6/11/1989 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അവിടെ 11 ഇവിടെ 3 വരുന്നുണ്ട് 9, 8, 9. എപ്പോഴും 2, 9 എന്ന് പറഞ്ഞാൽ ഐഡിയലിസവും ഇതും തമ്മിൽ വലിയ ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ താങ്കളുടെ ഞാൻ ആദ്യത്തെ കാർഡ് എടുത്തപ്പോൾ താങ്കൾക്ക് ഡെത്ത് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും ഈ ആൾക്കാർ ഈ കാർഡ് പേടിക്കും. ഇത് കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരത്തിൻ്റെ ഒരു ഹിന്ദു ഇത് കൂടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മുന്നിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് വെക്കുന്നത്. അപ്പം ഈ കാർഡിൻ്റെ അർത്ഥം അയാളുടെ സമയം, അയാളുടെ റിക്വയർമെൻ്റ് ഒക്കെ അനുസരിച്ച് മാറും. തീർച്ചയായിട്ടും കോണ്ടെക്സ്റ്റുവലാണ്. ഇപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളായ ദർശനം ആരാണെങ്കിലും 5 ദിവസം കൊണ്ടുള്ള ഒരു ബേസിക് ടാരോ പഠിക്കുന്നത്. ഓക്കെ. കാരണം ഇത് യാത്രയാണ്. കാർഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള യാത്രയാണ്. സാറിപ്പോൾ അന്നാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കും, പിന്നെ ഒരു കാർഡ് വെച്ചിട്ടാണോ താങ്കൾ ഇത് പറയാൻ? തീർച്ചയായിട്ടും ചോദിക്കണം. അല്ല, ഇതായിരിക്കും അന്നത്തെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഞാനിപ്പോൾ ഞാൻ ടാരോ റീഡേഴ്സിൽ 6ാമത്തെ 7ാമത്തെ ആളാണ് സാർ എൻ്റെ മുന്നിൽ. അപ്പോൾ രോഹിത്, സാധാരണഗതിയിൽ നമ്മളൊരു വ്യക്തിയുടെ റീഡിങ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കാറുണ്ട്. 6/11/1989. 6/11/1989. ഒരുമാതിരി സ്ഥിരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവർക്കും ഒരു പരീക്ഷ ഇട്ടിരിക്കാറുണ്ട്. ശരി. 1 സെക്കൻഡ് ബ്രദർ, ഇത് ഇന്നലെ പഠിപ്പിക്കാൻ വേണ്ടി ഓർഡർ ആക്കിയതുകൊണ്ട് 6/11/1989 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അവിടെ 11 ഇവിടെ 3 വരുന്നുണ്ട് 9, 8, 9. എപ്പോഴും 2, 9 എന്ന് പറഞ്ഞാൽ ഐഡിയലിസവും ഇതും തമ്മിൽ വലിയ ക്ലാഷ് ഉണ്ടാവും. ചില സമയത്ത് ഭയങ്കര ഐഡിയലിസ്റ്റും ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര പ്രാക്ടിക്കലായിരിക്കും. 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക്കായിട്ട് നിന്ന് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതാണ് കാണുന്നത്. 2 അസാമാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണ്. 3 അതുണ്ട്, പക്ഷേ എന്താ പറയുക, പലപ്പോഴും ഒരു അധിക പ്രസംഗിയാണോ എന്ന് തോന്നുന്ന ഒരു ഇതിലേക്ക് വരാറുണ്ട്. 1989. ഓക്കെ ബ്രദർ. അപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു ബ്ലൈൻഡ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് അയാളുടെ കറണ്ട് എനർജി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചിലർ 2 കാർഡ് എടുക്കും. 2 എന്താണ് ഈ വ്യക്തി ഇപ്പോൾ അറിയാത്തത് എന്ന് നമ്മൾ അടുത്ത കാർഡ് എടുക്കും. 3 എന്ന് പറയുന്നത് എന്താണ് ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ കോൺഷ്യസ് ആയിട്ട് അവെയർ ആയിട്ടുള്ളത്. പിന്നെ ഈ വ്യക്തി അടുത്ത് തന്നെ എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ വ്യക്തിയുടെ ഒരു ധാരണ കിട്ടും. അപ്പോൾ താങ്കളുടെ ഞാൻ ആദ്യത്തെ കാർഡ് എടുത്തപ്പോൾ താങ്കൾക്ക് ഡെത്ത് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. ഡെത്ത് എന്ന് പറയുന്നത് വേദനാജനകമായിട്ടുള്ള ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു എന്തോ പരിപാടി 20-ാം തീയതി നമ്മുടെ വരുന്നുണ്ടെന്നുള്ളത്. ചിലപ്പോൾ അത് താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു മേജർ ബ്രേക്ക് ത്രൂ ആവാൻ സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ ഇതുവരെ ചെയ്തൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഈ ആൾക്കാർ ഈ കാർഡ് പേടിക്കും. ഇത് കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരത്തിൻ്റെ ഒരു ഹിന്ദു ഇത് കൂടിയുണ്ട്. കൽക്കി അതായത് നമ്മൾ കണ്ടറിയാൻ പറ്റും. ഇതിൽ ഈ കാർഡിൽ തന്നെ ഡെത്തിനെ പേടിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്, പേടിക്കുന്ന ആളുകളുണ്ട്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മരണമല്ല ഉദ്ദേശിക്കുന്നത്. എപ്പോഴും സൈക്ലിക്കലാണ് യൂണിവേഴ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. രാത്രി പകൽ, മഴക്കാലം വേനൽക്കാലം, അതേപോലെ ഒരു സൈക്ലിക്കലാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് എത്താറായി ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ താങ്കൾ മനസ്സിൽ വേറെ പദ്ധതികളുണ്ടാവാം, വേറെ പ്ലാനുകളുണ്ടാവാം, നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്രക്സ് ഓഫ് മൊമെന്റിലാണ്. എന്താണ് പോസിറ്റീവ് ആണത്? അത് പോസിറ്റീവ് കാർഡാണ് ശരിക്കും, അത് നെഗറ്റീവ് അല്ല. അതേസമയം താങ്കളുടെ ഉള്ളിൽ കടുത്ത ആശങ്കയുണ്ട്. താങ്കളത് ഉള്ളിനുള്ളിൽ എന്താ പറയുക, പല ഉറക്കമില്ലാത്ത രാത്രികളും, ഭയങ്കര ടെൻഷനും, പല കാര്യങ്ങളും, എന്താ പറയുക, താങ്കൾ എന്നോട് ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ താങ്കൾ പല കാര്യങ്ങളും കടുത്ത ആശങ്കയുണ്ട്. അത് താങ്കൾ അത്രത്തോളം അവെയർ ആണോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ളതാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ താങ്കൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നാൽ സ്വന്തം കഴിവ് പ്രദർശിപ്പിച്ച് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആളാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് താങ്കൾക്ക് അടുത്ത് തന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റം എന്നാണ് കാർഡ് പറയുന്നത്. എന്താണ് താങ്കൾ കോൺഷ്യസ് ആയിട്ടുള്ള അവെയർ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർമിറ്റ് എന്ന് പറയുന്ന കാർഡാണ്, സന്യാസി എന്ന് പറയുന്ന കാർഡാണ്. അതിൽ താങ്കൾ കടുത്ത ആത്മപരിശോധന നടത്തുന്നുണ്ട്, സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മേജർ ആർക്കാന കാർഡുകളാണ്. എവിടേക്കാണ് ഈ താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയപ്പോൾ താങ്കൾ പുതിയൊരു പാഷൻ അടുത്ത് തന്നെ കണ്ടുപിടിക്കും, പുതിയൊരു മേഖല. താങ്കൾ ചിലപ്പോൾ വേറെന്തോ ഇതിലുണ്ട്, അത് അടുത്ത് തന്നെ താങ്കൾക്ക് റിവീൽ ആവും. അപ്പോൾ ഈ 5 കാർഡുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ താങ്കൾക്ക് അടുത്ത ആശങ്കയും ഇതുകൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഭയം ഉണ്ടാവും. ഒരു കരയിൽ നിന്ന് അടുത്ത കരയിൽ ഇതെന്ത് സംഭവിക്കും. അപ്പോൾ താങ്കൾ പരിപാടി ഇതൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ആശങ്കയും ടെൻഷനും നമുക്കിങ്ങനെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ഇതാക്കുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം താങ്കളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് താങ്കൾ പുതിയൊരു പാഷൻ, പുതിയൊരു ഒരു മാനിഫെസ്റ്റേഷൻ ജേണി. അതിൻ്റെ ഒപ്പം തന്നെ താങ്കളുടെ ഉള്ളിൽ താങ്കൾ വലിയ രീതിയിൽ ആത്മപരിശോധന നടത്തുന്നുണ്ട്. ഇത് എത്രത്തോളം, എങ്ങനെയാണ്, ഞാൻ എന്താണ്, അതാണ് ഈ കാർഡിൽ കാണുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് താങ്കളാണ് പറയുന്നത്. അതെ, ഓക്കെ, താങ്ക് യു ബ്രദർ. പെർഫെക്റ്റ്. ഞാൻ എൻ്റെ മനസ്സിലൊരു സംഭവം വിചാരിക്കട്ടെ. ഓ തീർച്ചയായിട്ടും.
എന്താണ് എന്താ വിചാരിച്ചത് ചോദിക്കണം കേട്ടോ. ഞാൻ ചോദിക്കും. ഞാനൊരു പ്രൊജക്റ്റ് ഞാനത് മറ്റേ ജെസിക്കെ കൊണ്ടും കാർഡ് വെച്ചപ്പോൾ നോക്കിച്ച ഒരു സംഭവമാണ്. ഓക്കെ, ഒരു വലിയ പ്രൊജക്റ്റാണ്. നടക്കോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നടക്കില്ല വെച്ചാൽ എന്ത് നടക്കും ബ്രദർ, പക്ഷെ എന്ന് നടക്കും, എപ്പോൾ നടക്കും, എന്താണ് തടസ്സങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രൊജക്റ്റിൻ്റെ എനർജി, ഇപ്പോൾ എന്ത് എനർജിയിലാണ് താങ്കൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പ്രൊജക്റ്റ് ആയതുകൊണ്ട് എന്ത് തടസ്സങ്ങളാണ് വരിക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ഒരു വിധി കൊണ്ടിരുന്ന് അല്ലെങ്കിൽ എന്ത് തടസ്സം എന്നുള്ളതാണ്. പിന്നെ എന്താണ് താങ്കളുടെ സ്ട്രെങ്ത്ത് എന്നുള്ളതാണ് അടുത്ത കാർഡ്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് താങ്കൾക്ക് എന്ത് റിസോഴ്സ് വേണം. എപ്പോഴും നമുക്ക് എന്ത് കാര്യത്തിനും ഒരു റിസോഴ്സ് വേണമല്ലോ. പിന്നെ എവിടേക്കാണ് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 5 കാർഡിനെ നമ്മൾ എടുക്കുന്നത്. നമ്മൾ നമ്പർ ഓഫ് കാർഡ്സ് നമ്മൾ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ താങ്കൾ ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈ ഇതിൻ്റെ എനർജി ഇരിക്കുന്നതാണ്. ഈ വോണ്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂച്ച ഇരിക്കുന്നതാണ്, ഒരു കറുത്ത പൂച്ച. കറുത്ത പൂച്ച എന്ന് പറയുന്നത് താങ്കളുടെ മാജിക് പുറത്തു വരുന്ന സ്ഥലമാണ്. മാജിക്കാണ് അത്, ഇറ്റ്സ് എ പോസിറ്റീവ് സൈൻ. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊജക്റ്റിൻ്റെ ഇതിൽ താങ്കൾ വളരെ ആഴത്തിൽ, വളരെ പോസിറ്റീവ്, ഏറ്റവും ഹൈ എനർജിയിലാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് താങ്കൾക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പുതിയൊരു മേഖലയിലേക്കുള്ള ഒരു പ്രൊജക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എപ്പോഴും ഒരു യാത്രയാണത്. അതായത് ആശയം പുതിയതാണ്. അതെ, ഒരു പുതിയ, തീർച്ചയായിട്ടും വേറൊരു കരയിലേക്ക് പോകുന്നതാണ്. അതിന് കാര്യം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ താങ്കൾക്ക് എന്തൊക്കെയോ ചില വേദനകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇതിലിരിക്കുന്ന ഈ സോഡ് നമ്മുടെ വേദനകളെയാണ് ഇതാക്കുന്നത്. ഒരുപക്ഷെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു ഇതിലാണ് ആ പ്രൊജക്റ്റിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇത് താങ്കൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. തീർച്ചയായിട്ടും എന്താണ് താങ്കളുടെ ബ്ലോക്കേജ് എന്ന് ചോദിച്ചപ്പോൾ അതും വേദനയിലൂടെ പുതിയൊരു പ്രൊജക്റ്റിലേക്ക് നടക്കുന്നതാണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് വൈകാരികമായിട്ട് ഏറ്റ ചില തിരിച്ചടികളിൽ നിന്നും നമ്മളൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതേ പാഷനോടുകൂടി പുതിയൊരു യാത്രയിലേക്ക് നടക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ 3 യാത്രകളാണ് നടത്തുന്നത്. ഒന്ന് നമ്മുടെ ഒരു ഐഡിയൽ ഹോം, അതായത് നമ്മുടെ ഇരിക്കാനൊരു സ്ഥലം. 2 എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയൽ പാർട്ട്ണർ. 3 എന്ന് പറയുന്നത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ജേണി എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കാണുന്നത് താങ്കൾ എന്താ പറയുക, താങ്കളുടെ ബ്ലോക്കേജ് ആയിട്ടൊന്ന് യാത്രയാണെന്നുള്ളതാണ്. എന്ത് റിസോഴ്സാണ് താങ്കൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ കാർഡാണ് വന്നത്. അതായത് താങ്കൾക്ക് വേണ്ട എല്ലാ റിസോഴ്സും താങ്കളുടെ ഉള്ളിൽ തന്നെയുണ്ട്. താങ്കൾ സ്വയം ഹാപ്പി ആയിരുന്നാൽ മതി. താങ്കൾക്ക് എന്താ പറയുക, ആത്മമായിട്ടുള്ള ചില ഡൗട്ടുകളാണ് വരുന്നത്, സെൽഫ് ഡൗട്ട്, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ താങ്കൾ വൈകാരികമായിട്ട് ഇതാണെങ്കിൽ എവിടേക്കാണ് ഇനി അത് പോകുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും എന്താ പറയുക, പ്ലാനിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അടുത്ത മാനിഫെസ്റ്റേഷനാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾ തന്നെ താങ്കൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു, താങ്കൾ അതിൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ചിന്തിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതും പാഷൻ്റെ കാർഡാണ്, ഇതും പാഷൻ്റെ കാർഡാണ്. അപ്പോൾ ഇതൊരു പാഷൻ പ്രൊജക്റ്റാണ്. താങ്കൾക്ക് തടസ്സമായിട്ട് റിസോഴ്സായിട്ട് നിൽക്കുന്ന വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഇമോഷണൽ ഇതെന്നുള്ളത്. ഇത് അതേസമയം തന്നെ താങ്കൾക്കൊരു എന്താ പറയുക, ചെറിയൊരു ഇതോട് കൂടിയിട്ടുള്ളൊരു യാത്രയാണ്. ഒരു വേദന മനസ്സിലെവിടെയോ ഉണ്ട്. ഒരുപക്ഷെ താങ്കൾ മുൻപത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം, ഉദ്ദേശിച്ച പോലെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, താങ്കളുടെ റിസൾട്ട് മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇത് വരുന്നതാണ് ഈ കാർഡ് പറയുന്നത്. ഇനി താങ്കളാണ് ഉത്തരം പറയേണ്ടത്. യെസ്, പ്രൊജക്റ്റ് പ്ലാനിങ്ങിലാണ്, പ്ലാനുണ്ട്, പ്രൊജക്റ്റാണ്, ഭയങ്കര പാഷനാണ്. അതാണ് ഇതിനൊന്ന് നമുക്ക് സാറ്റലൈറ്റ് എത്തിക്കണം. തീർച്ചയായിട്ടും അല്ല, താങ്കൾക്ക് നടക്കും. പക്ഷെ എന്താ വെച്ചാൽ സ്വന്തമായിട്ട് താങ്കൾക്ക് ഭയങ്കര ഭയമുണ്ട് ചില കാര്യങ്ങൾ. ഒരുപക്ഷെ മുൻപുണ്ടായ ചില ക്ലോസ് ചെയ്ത് താങ്കൾ കാര്യമൊക്കെ പറ്റിച്ചിട്ടുണ്ട്. താങ്കൾ ഈ കാർഡിൻ്റെ മുമ്പത്തെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിംഗ് ആണ്. അതായത് താങ്കളുടെ ഇതും മറ്റാരോ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആ വേദനയിൽ നിന്നാണ് താങ്കൾ പുതിയ കര തേടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 10 വർഷം മുമ്പുള്ള ആ ഒരു സാധനത്തിലാണ് ആ ഒരു ചിന്താഗതി ഉള്ളത്. 15 വർഷം മുമ്പുള്ള ചിന്താഗതിയിലാണ്. അതിലപ്പുറം നമ്മൾ ആഴത്തിൽ പോയി കഴിഞ്ഞാൽ രോഹിത്, എവിടെയെങ്കിലൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു വേദനകൾ കിടക്കുന്നുണ്ടാവും. നമ്മളത് ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയില്ല, മേ ബി നമ്മളത് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നത് ഈ കാർഡ്സാണ്, ഈ കാർഡ്സ് വെച്ചിട്ടാണ്. അതായത് രോഹിത്, നമ്മൾ തുടക്കക്കാരുടെ നിലയിൽ നമ്മൾ ഈ കാർഡാണ് പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചു വരുമ്പോൾ നമ്മളവർക്ക് ഓറക്കൽ കാർഡ് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു എന്താ പറയുക, നമ്മളവരെ യൂട്യൂബിലിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു 10,000 പേർക്കെങ്കിലും പറ്റണം എന്നുള്ളതാണ്. അതായത് ധാർമ്മികമായിട്ട് വായിച്ചുകൊണ്ട് നമുക്കൊരു വീട്ടിലിരുന്നുകൊണ്ട്, എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നെപ്പോലെ അസുഖം തന്നെ പുറത്തു പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്കത് എങ്ങനെ സാധിക്കും? അത് പക്ഷേ ടാരോയുടെ പാഷൻ വേണം. പണസമ്പാദനത്തിൻ്റെ ഒരു വഴി ടാരോയ്ക്ക് വരരുത്, അത് വർക്കാവില്ല. അങ്ങനത്തെ ഇതിനോടൊരു പാഷനും ഇത് കാണുന്നു. നമുക്കൊരു മൊബൈൽ ഫോണും ഒരു ടാരോവും ഉണ്ടെങ്കിൽ ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ഇത് പഠിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കതിനുള്ള പാഷൻ വേണം കേട്ടോ. പാഷൻ അല്ലെങ്കിൽ പോയി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അഡ്വാൻസ് ലെവലിൽ വരുമ്പോൾ ഈ ടാരോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ തുറക്കാനുള്ള ഒരു താക്കോലാണെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ആ ഇസ്രായേലിലെ ഇതിൻ്റെ കഥ പറഞ്ഞല്ലോ. ഈ ലോകത്തെ സഫറിങ്,
അതിൻ്റെ ഇത് എങ്ങനെയാണ് നമ്മൾ തുറക്കുന്നത്? അതൊരു പൂട്ടാണെങ്കിൽ അതിൻ്റെ താക്കോലാണ് ടാരോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാരോയിൽ നമ്മളെടുത്ത് ഓരോ കാർഡുകളും നമ്മളെന്താ പറയുക, നമ്മുടെ സഫറിങ്ങിനെ തുറക്കാനുള്ളൊരു കീ ആണ്. അത് അഡ്വാൻസ്ഡ് ലെവലിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ആദ്യം ഈ കാർഡുകളുടെ അർത്ഥവും കാർഡുകൾ കണ്ടാൽ തിരിച്ചറിയണമല്ലോ, അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഞാനിത് ബേസിക് പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു സുദീർഘമായിട്ട് നമുക്ക് സമയമില്ലല്ലോ. ഇപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളായ ദർശന ആരാണെങ്കിലും 5 ദിവസം കൊണ്ടുള്ള ഒരു ബേസിക് ടാരോ പഠിക്കുന്നു. കാരണം ഇത് യാത്രയാണ്. കാർഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള യാത്രയാണ്. മനസ്സിലായി. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മുന്നിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് വെക്കുന്നത്. അപ്പം ഈ കാർഡിൻ്റെ അർത്ഥം അയാളുടെ സമയം, അയാളുടെ റിക്വയർമെൻ്റ് ഒക്കെ അനുസരിച്ച് മാറും. തീർച്ചയായിട്ടും കോണ്ടെക്സ്റ്റുവലാണ്. ഓക്കെ, നമ്മളൊരു കാർഡ് റീഡ് ചെയ്യുമ്പോഴല്ലോ രോഹിത്, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകളടച്ച് മനസ്സിൽ ഒരാളെ സങ്കല്പിക്കുക വെച്ചാൽ എനർജീസിനെയാണ് സങ്കല്പിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിലാകെ 78 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകാനുള്ളൂ. ആ ഒരു എനർജി, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കാർഡിൽ ഈ എനർജി ഉള്ള ആൾ ഇത് കണ്ട് അയാൾക്കൊരു സൊല്യൂഷൻ കിട്ടണേ എന്ന് ഒരു പ്രയറോട് കൂടിയിട്ടാണ് നമ്മൾ ആ കാർഡ് എടുക്കുന്നത്. പലപ്പോഴും റാൻഡമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ റീഡിങ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി തൊട്ട് പോണ്ട, നമുക്കൊരു പേടിയുണ്ടല്ലോ ക്യാമറ ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ യെസ് ഓർ നോ റീഡിങ് ഞാൻ ആദ്യം ഇടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇട്ടു യെസ് വന്നാൽ ഞാൻ പോവും, നോ വന്നാൽ ഞാൻ എക്സ്ക്യൂസ് പറയും. അപ്പോൾ യെസ് വളരെ പോസിറ്റീവായിട്ട് വന്നു. അപ്പോൾ എന്തായാലും എന്ത് യെസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇന്ന് അതേപോലെ പ്രശ്നങ്ങൾ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ രോഹിതന് രാവിലെ വേറെ ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ രോഹിത് വിചാരിക്കും ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്, നമുക്ക് അടുത്ത ദിവസം ഷെഡ്യൂൾ ചെയ്യാം, എന്ത് യാത്രയുണ്ടെന്ന് പറഞ്ഞു നാളെ. അപ്പോൾ ഭയങ്കര ഹെക്ടിക് ആയിരിക്കും നമ്മൾ, ഒന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് മൊമെന്റ് എന്നാന്ന് ചെയ്തേക്കാം. ഇപ്പൊ രാവിലെ വന്നിട്ട് അങ്ങനെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വരുന്ന ഗസ്റ്റിനോട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്തോളാം കേട്ടോ. ചില കേസിൽ ഞാൻ വരുമ്പോൾ തന്നെ പറയാം രാഹുൽ നീ എടുക്കണം ഇന്റർവ്യൂ. പക്ഷെ ഗസ്റ്റ് വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഒരു എനർജി കിട്ടുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആവുമല്ലോ. അപ്പൊ ആരായാലും സാറിന്റെ കേസല്ല, സാറ് വന്നപ്പോഴും ഞാൻ വേറെ ആളോട് സംസാരിച്ചു, ഞാൻ പറയാത്ത രാഹുൽ തുടങ്ങിയപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേണ്ട, സാറിന്റെ അടുത്ത് കാണണം, കാരണം ഇത്രയും താങ്കൾക്ക് എന്താ വെച്ചാൽ വലിയൊരു നിഷ്കളങ്കതയുണ്ട് മുഖത്ത്, ഒരു കുട്ടിയുടെ നിഷ്കളങ്കത. ബേസിക്കലി നമ്മളൊരാൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി അവർ പറയുന്ന അവർ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ടാരോ റീഡർ. അതായത് വാക്കുകളല്ല, അതിൻ്റെ ഇടയിലുള്ള നോൺ വെർബലാണ്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കമന്റ് അഹങ്കാരിയായിരുന്ന അവതാരകൻ. ഇപ്പം എന്റെ പഴയ വീഡിയോസ് ഒക്കെ എല്ലാവരും പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ എൻ്റെ ശരീരഭാഷയും സംസാരം അഹങ്കാരത്തിൻ്റെതാണെന്നും, 2 പിന്നെ ഗസ്റ്റിനെ സംസാരിക്കാൻ കാണുന്നത്. കാരണം ഞാൻ ഭയങ്കര എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റ് ആണെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ടേക്ക്. അല്ല, താങ്കൾ വളരെ എന്താ പറയുക, നല്ലൊരു ഭയങ്കര ഓപ്പണാണ് താങ്കൾ. അതുകൊണ്ടാണ് താങ്കൾക്ക് ആ ഒരു വിമർശനം കേൾക്കുന്നത്. അല്ലേ, അത് മാറി, അവിടെ നിന്ന് മാറി. ഇപ്പോൾ എല്ലാ വീഡിയോയിലും അടിയിലും വരുന്ന കമന്റ് രോഹിത് ഒരുപാട് മാറി, രോഹിത് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ല എന്ന് പറഞ്ഞ കമന്റ് വരുന്നുണ്ട്. പക്ഷെ അറിയാത്തൊരു സാധനം നമ്മളിപ്പം തുടക്കത്തിൽ 1 വർഷം മുമ്പ് അവാക് മീഡിയ പിച്ച് വെച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ സാറിപ്പോ അന്നാണ് എന്റെ മുന്നിലിരിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കും, പിന്നെ ഒരു കാർഡ് വെച്ചിട്ടാണോ താങ്കൾ ഇത് പറയാൻ? തീർച്ചയായിട്ടും ചോദിക്കണം. അല്ല, ഇതായിരിക്കും അന്നെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഞാനിപ്പോ ഞാൻ ടാരോ റീഡേഴ്സിൽ 6ാമത്തെ 7ാമത്തെ ആളാണ് സാർ എന്റെ മുന്നിൽ. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. ഇപ്പോ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് വന്നതിന് ശേഷമാണ് അയാളുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് എന്റെ ജനുവലിൽ ചോദിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ ഇന്നലെ രാത്രി 11:30 ആയപ്പോഴാണ് ഓർത്തത്, ഈ നാളെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഞാൻ രാഹുലിനെ വിളിച്ചു, രാഹുൽ സാറിന്റെ യൂട്യൂബിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരൂ. പുള്ളി അയച്ചത് ഞാൻ കുറെ നേരം കാർഡ് നോക്കി. അതുകൊണ്ടാണ് എനിക്ക്